ഗൈസേ, ഇത് നമ്മുടെ ഫൈനൽ എപ്പിസോഡാണ് അണ്ടർലിപ്സിന്റെ. അപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടേ പോകാവൂ. എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടാൻ മറക്കല്ല്. എഡ്വിൻ, ഇതൊന്നും ഞാൻ നിന്നെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോ ഞാൻ പോലും പറയാതെ എന്റെ മനസ്സെന്റെ കൈവിട്ടു പോയി. അതാ എല്ലാം നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞത്. നിനക്ക് എങ്ങനെയാ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ കഴിയാ? അറിയാം, ഞാൻ പോയാ നീ ഇവിടെ ഒറ്റയ്ക്കാ. പക്ഷെ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയം അത് അതിക്രമിച്ചിരിക്കുന്നു റോഷൻ. നീ ഇനി ഒരിക്കലും ഇതുപോലെ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വരില്ലേ? നിനക്ക് വേണ്ടി എനിക്കറിയില്ല. പക്ഷേ ഇനിയും ഇവിടെ നിന്ന് എനിക്ക് വേണ്ടി മൈക്കിനെ കൂടെ ആപത്തിലാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിനക്ക് തിരിച്ചു പോയേ പറ്റൂ റോഷൻ. നിന്റെ ഫീലിങ്സ് ഞാനിവിടെ ഉപേക്ഷിക്കൊന്നുമല്ല. പക്ഷേ എന്നെ കൊണ്ട് ആവില്ലടാ. നിന്നെ ഞാൻ തടയില്ല, എനിക്ക് മനസ്സിലാവും. നീ ആദ്യം എൻ്റെ അടുത്ത് എല്ലാം വന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് മടിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടുകാരുമായി സംസാരിച്ചു. എൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു അവരുടെ. ഇപ്പൊ നീ... എനിക്കറിയാം റോഷൻ, ബട്ട് ഐ എം സോറി. നിന്റെ ഫീലിങ്സ് ഇരിക്കുന്നത് എൻ്റെ കയ്യില, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഒരിക്കലും നിനക്ക് വേണ്ടി എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ കണ്ടോ അവനെ? കണ്ടു. ഇനി വെറും 12 മണിക്കൂറുകൾ കൂടി അല്ലേ? അതെ, 1.5 വർഷം. ഇനി നമുക്കൊരു തിരിച്ചുവരവ് അത് സാധ്യമാണോ മൈക്ക്? അസാധ്യമാണ്. എന്തെന്നാൽ നമ്മുടെ ലക്ഷ്യം നാം പൂർത്തീകരിച്ചാണ് മടങ്ങി പോകുന്നത്. നിനക്ക് അവസാനമായി ശക്തിയെ ഒന്ന് കാണണ്ടേ? വേണം, കൃഷിനെയും. ഞാനായിട്ട് ഇനി കൃഷിന് ഒരു പ്രതീക്ഷയും കൊടുത്തുകൂടാ. മൈക്ക്, ഒരുപക്ഷെ നീ ഇല്ലാത്ത പ്രണയത്തിനായി ശക്തിയെ ഫോഴ്സ് ചെയ്തതിനു പകരം കൃഷിനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ... കൃഷിയുമായുള്ള ഒരുപാട് നല്ല ഓർമ്മകളുമായി എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ മനഃപൂർവ്വമാണ് എഡ്വിൻ. ഞാൻ അവനെ കെയർ ചെയ്യാത്തതാണ്. എനിക്കൊരിക്കലും ഒരാൾ എന്നെ സ്നേഹിക്കാൻ ഇവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തിരിച്ചു പോണ്ട. എന്നിട്ടും എന്തിനായിരുന്നു മൈക്ക് നിന്റേതല്ലെന്നറിഞ്ഞിട്ടും ശക്തിയെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ചത്? അന്നെന്റെ മനസ്സിൽ ശക്തി മാത്രമായിരുന്നു എഡ്വിൻ. അവനോടുള്ള പ്രണയവും അതാ എന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇനി അതിനെപ്പറ്റി ഒന്നും പറയാൻ സമയമില്ല. ഇന്നത്തെ ദിവസത്തെ ഓരോ സെക്കൻഡ് പോലും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നീ ചെല്ലു മൈക്ക്, പോയി നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാണ്. അവസാനമായൊരു യാത്ര പറച്ചിൽ, അത് നന്നായിരിക്കും. ക്രിസ്റ്റി, എനിക്ക് കൊറേ സമയടാ. ഇത് എന്തൊരവർക്കാ? ഒരു 5 മിനിറ്റ്സ് നിതിൻ, ഇപ്പൊ എണീക്ക. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ 9 മണിയായി. എണീറ്റേ. എന്തുവാ നിതിൻ, നല്ല തണുപ്പ്, ഉറങ്ങാനിപ്പോ നല്ല സുഖ. ഓഹോ, ഞാനില്ലാണ്ട് എന്റെ പൊന്നുമോൻ അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് സൂഹിക്കണ്ട. എണീറ്റേ, എനിക്ക് പോവാൻ ടൈമായി. അത്രയും ടൈമൊക്കെ ആയോ? നീ ഇന്ന് പോണ്ട നിതിൻ, വായുടെ വന്ന് കിടക്ക്. അയ്യോ, ഇവനെ കൊണ്ട്. നീ ഇതെന്തുവാ ഓരോ ദിവസം കൂടുന്തോറും ചെറുതായി വരുവാണോ? ആവോ, എന്നാ നീ പോ, ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ. കുറച്ചു നേരം കൂടെ. അതേ ഞാൻ എണീറ്റോണം കേട്ടല്ലോ. ഉച്ച വരെ ഇതേ കിടപ്പ് ഇവിടെ കിടക്കരുത്. ഗുഡ് മോർണിംഗ്, ഞാൻ പോവാ. നിതിൻ. ഓ ഇവൻ എണീക്കാൻ നോക്കട്ടോ. ഞാൻ എണീറ്റോളാം. ജീവാ. ഓ, എന്താ ജൂണി, നീ കാര്യം പറ. കൊറേ നേരമല്ലോ ഇങ്ങനെ ജീവാന്ന് വിളിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. നീ പറയ്. ഓ, ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? അപ്പോ ഇത് പറയാനാണോ ഇത്ര നേരം വിളിച്ചോണ്ടിരുന്നേ? ഒന്ന് പറഞ്ഞേ, എന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കിപ്പോ ഈ ഇടയായിട്ട് എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്നേക്കാൾ ഇമ്പോർട്ടന്റ് നിനക്ക് ഇവിടെ കഞ്ഞിയും കറിയും വെക്കലാണെങ്കിൽ അതൊക്കെ നടക്കട്ടെ, ഞാൻ അങ്ങ് പോയേക്കാം. അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? അപ്പോ നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഒന്നും കഴിക്കാൻ വേണ്ടേ? ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും കഴിക്കാൻ വേണം. ഞാൻ വല്ലതൊക്കെ ഒന്ന് കഴിച്ചിട്ട് എത്രയായി നിനക്കറിയോ? നീ ഫുഡ് കഴിക്കാറില്ലെന്നോ? ഇന്ന് രാവിലെ കൂടെ നീ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഞാനല്ലേ എടുത്തു തന്നെ. അയ്യോ, ഇവൻ മടുത്തു ഞാൻ. ജീവ പ്ലീസ്, എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. ജൂണെ, ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞു. എന്ത് പറഞ്ഞു എന്നാ? ഇപ്പോഴൊക്കെ അല്ലേ പറ്റൂ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൺസേർട്ട് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. ഓക്കെ ഇന്ന് വാ. വരാം. എന്നിട്ട് എന്തിനാ? വന്നിട്ട് നിനക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാം.
എനിക്ക് ബിരിയാണി ഉണ്ടാക്കണ്ട, എനിക്ക് വേറെ വല്ലതും ഉണ്ടാക്കിയാൽ മതി. വേറെ എന്ത്? ദേ ജൂണെ, കുറച്ചിങ്ങോട്ട് മാറി നിന്നോ. നിന്നെ ഒന്നും ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നില്ല ഇപ്പൊ തൽക്കാലം. ചെല്ലു പോ. അതെന്തുവാ? കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞേ നിനക്കിപ്പോ എന്നോട് തീരെ സ്നേഹമില്ലെന്ന്. ആര് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്? അപ്പൊ ഉണ്ടോ? എന്നാ സമ്മതിക്ക്. ആ, സമ്മതിക്കാം. ശരിക്കും? എപ്പോ? ഇന്ന്? ജീവ, ഞാൻ ഇറങ്ങുവാണേ. ഓ, വന്ന് നശിപ്പിച്ച് കട്ടുറുമ്പ്. കട്ടുറുമ്പാ? ആര്? ഞാനാ? അതിന് ഞാനിപ്പോ എന്ത് ചെയ്ത്? ഞാൻ നിങ്ങളടുത്ത് യാത്ര പറഞ്ഞല്ലേ? ഓ, വേണ്ടായിരുന്നു. നിനക്കിത് എന്തുവാ ചൂടെ? നീ പോയിട്ട് വാടാ. അല്ല, ശക്തിയില്ലേ നിന്റെ കൂടെ? ആ, ശക്തി അവനുണ്ടായിരുന്നല്ലോ. ശക്തി? ഓ, വന്ന് കുറച്ച് ലേറ്റായി പോയി. എന്നാ പോവാ നിതിൻ? ആ, വാ. നിതിനെ ക്രിസ്റ്റി എവിടെ? അല്ലല്ലോ, അവ രാവിലെ എണീറ്റ് വരണ്ടാണല്ലോ. ഇന്ന് ഇങ്ങോട്ട് കണ്ടില്ല. അവ എണീറ്റിട്ടില്ല. തണുപ്പാന്ന് പറഞ്ഞ് കട്ടിൽ തന്നെ മൂടി പോച്ച് കിടപ്പുണ്ട്. ഈ ആൻഡ്രോയ്ക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലല്ലേ? വാ നിതിനെ, നമുക്കവിടെ നിക്കണ്ട, വേഗം പോവാം. പിന്നെ എനിക്കിന്ന് 5 മണി വരെ ഉണ്ട് ക്ലാസ്. 5 മണി വരെയോ? അതെന്താണ്? പിന്നെ ഇന്ന് കൃഷ്ണന് വരാൻ പറ്റുണ്ടാവില്ല. അവൻ വേറെ എവിടേക്ക് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ശക്തിനെ പിക്ക് ചെയ്യാൻ ഞാൻ ആ ടൈമിൽ 9 അടുത്ത് വരാൻ പറയാം. ഓ, എന്നാ ഓക്കെ, അപ്പൊ പോവാം. നിങ്ങൾ ഈ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നല്ലാതെ എന്താ അങ്ങോട്ട് പോവാത്തെ? വേഗം ചെല്ല്, നിങ്ങക്ക് ലേറ്റ് ആവില്ലേ? ഓ, ഇനി ഞങ്ങള് നിക്കുന്നില്ലേ? വാടാ, നമുക്ക് പോവാം. അല്ല, അതിപ്പോ എന്താ ഞങ്ങൾ ഇറക്കി വിടാഞ്ഞിട്ട് ജൂണായിട്ടിന് ഇത്ര ഒരു ഇത്? ഏയ്, അതൊക്കെ എന്തടാ. വാ, നമുക്ക് പോവാം. ഇവരോട് എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. പിന്നെ മിസ്റ്റർ ജൂൺ, നിങ്ങൾക്ക് പ്രൈവസി വേണമെങ്കിൽ നേരെ റൂമിലോട്ട് പോവാ. ഇവിടെ എല്ലാരും കാണുന്ന സ്ഥലത്ത് നിന്ന് ഓവർ കളിയൊന്നും വേണ്ട, കേട്ടോ? ആഹാ, കേട്ടല്ലോ. ഇപ്പൊ സമാധാനം ആയാവോ? ഓ പിന്നെ, ആ ചെക്കനിപ്പോ എന്ത് പറഞ്ഞാലും എനിക്കെന്താണ്? എനിക്ക് എന്റെ ജീവനാണ് വലുത്. ഇതെന്താണ് കൃഷേ? നിനക്കിത് എന്ത് പറ്റി? നിന്റെ മുഖത്തെന്താ ഒരു മ്ലാനത? മ്ലാനതയോ? എന്ത്? അങ്ങനെയൊന്നുമില്ലടാ. ഓ, ഒന്നുമില്ലേ? എന്നാ എനിക്ക് ഉമ്മ തോന്നിയതായിരിക്കും. അല്ല, നീ ഇവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? ആടാ, പോണം കുറച്ചു കഴിഞ്ഞ്. ഇവിടെ ഇപ്പോ ഞാനും കൂടെ പോയ നീ ഒറ്റയ്ക്കാവില്ലേ? ഒറ്റയ്ക്കോ? അല്ല, ഇവിടെ നയനുണ്ടല്ലോ. ആ, നയനുണ്ടല്ലേ? അപ്പോ ശക്തി പോയി കാണും. ആടാ, ശക്തി പോയി. അവനിന്ന് 5 മണി വരെ എന്തൊക്കെയോ ക്ലാസ് ഉണ്ടെന്നോ എന്തൊക്കെയോ ഇവിടെ ജീവചായം പറയുന്നുണ്ടായിരുന്നു. അവൻ ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ എന്ന്. എനിക്കിന്ന് അവനെ പിക്ക് ചെയ്യാൻ പറ്റില്ല, അതാ ചോദിച്ചേ. ഏയ്, അത് കുഴപ്പമില്ലടാ. ജീവചായൻ നയനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ ശക്തിനെ പിക്ക് ചെയ്തോളൂ. ഓ, നയൻ പിക്ക് ചെയ്യോ? ആ, എന്നാ കുഴപ്പമില്ല. ഡാ ക്രിസ്റ്റീൻ, നിന്റെ ഫോൺ റൂമിൽ നിന്ന് റിങ് ചെയ്യുന്നു. പോയി നോക്കിയ ആരാന്ന്? കൊറേ നേരായി. എന്റെ ഫോണോ? ഓ, ആരാണാവോ? നയൻ, ഇരിക്കടാ. നീ ഇന്ന് ഫ്രീ ആണോ? ഓ, ഞാൻ ഫ്രീ ആടാ. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നിനക്കോ? ആടാ, എനിക്കും ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ക്രിഷ്, ആ, എന്താ നയൻ? നിനക്കവൻ ഇഷ്ടമാണല്ലേ? ആ മൈക്കിന്, മറ്റേ ശക്തിന്റെ ഫ്രണ്ട്. മൈക്കോ? അത് നയൻ. ഏയ്, ഞാൻ വെറുതെ ചോദിച്ചതാ. പക്ഷേ എത്ര കാലം ഉണ്ടാവും ക്രിഷ് ഈ പറയുന്ന പ്രേമവും എല്ലാം? എനിക്കറിയില്ല നയൻ. അവനോട് എനിക്കുള്ളത് വെറും ഫീലിങ്സ്. അതിനൊക്കെ പ്രേമമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ നീ എന്തുദ്ദേശിച്ച ക്രിഷ് അന്ന് അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? നയൻ, നീ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിനക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കുക ക്രിഷ്. നയൻ, അവനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞു? മൈക്കിന് അവനോടെല്ലാം പറഞ്ഞു കാണൂ. പക്ഷെ ഇതൊന്നും ഞാൻ ശക്തിയോട് പോലും. എന്നിട്ടും അവനെങ്ങനെ അറിഞ്ഞേ? മൈക്കും നയനുമായിട്ട് പരിചയമുണ്ടോ? ഏയ്. ശക്തി, മൈക്ക്, നീ നീ എവിടെ ആയിരുന്നു? അതൊക്കെ അന്വേഷിക്കേണ്ട എന്ത് കാര്യശക്തി നിനക്കുള്ളത്? ഞാൻ വന്നത് ജസ്റ്റ് ഒന്ന് നിന്നെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച. കണ്ടിട്ട് പോവാനോ? എങ്ങോട്ട്? എനിക്കാണോ ശക്തി പോകാൻ വേറൊരിടമില്ലാത്തത്? എന്ത്? നീ എന്തൊക്കെയാ മൈക്കി പറയുന്നേ? ശക്തി, ഇതൊരു അവസാന യാത്ര പറച്ചിലാണ്. ഞാൻ നാളെ മുതൽ ഇവിടെ കാണില്ല. ഇവിടെ കാണില്ലെന്നോ? പിന്നെ പിന്നെ നീ എവിടെ പോവും? നിനക്കറിയില്ലേ ശക്തി, ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന്? അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ ഭൂമിയിലെ അതിഥിയാണ് ഞാൻ. അതിഥിക്ക് ഒരു ദിവസം
തിരിച്ചു പോയല്ലേ പറ്റൂ. മൈക്ക്, പക്ഷേ ഞാൻ നീ വേണ്ട, വേണ്ട ശക്തി, നീ എന്നോട് കൂടുതൽ അടുക്കരുത്. എനിക്കറിയാം നിന്റെ മൈൻഡിൽ എന്താ ഉള്ളതെന്ന്. എന്ത്? എന്റെ മൈൻഡിൽ എന്തുണ്ടെന്നാ നിനക്കറിയാവുന്നേ? നയൻ, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. നയൻ, ഇതാ ഞാൻ പറഞ്ഞേ. നിന്റെ മൈൻഡിലുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെന്നാണ്. പക്ഷെ അതങ്ങനെയല്ല ശക്തി. ഇത് തെളിയിക്കാനായി എന്ത് പ്രൂഫാണ് നയൻ നിന്റെ കയ്യിലുള്ളത്? ഇത്രയും കാലം നിന്റെ കൂടെ നടന്നിട്ടും നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? ശക്തി, നിർത്ത്. ഞാൻ നയനല്ല, മൈക്കാണ്. അത് നിനക്കും അറിയാവുന്ന കാര്യമാ. നിന്നോട് അത്രയും ക്ലോസ് ആയി നിൽക്കുന്ന നയൻ വേറെ തന്നെയാണ്. ഞാനും നയനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. എന്താ ഇതൊക്കെ? നിങ്ങൾ എല്ലാരും കൂടെ എന്താ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നീ അവനുമായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങൾ ഒരുപോലെ? നിങ്ങൾക്കറിയോ, നിങ്ങളുടെ സൗണ്ട് വരെ ഒരുപോലെയാണ്. അതാ ഒന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്കറിയാം, അതിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. നിന്നെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ശക്തി. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും നയൻ നിന്നെ ചേർത്ത് പിടിച്ചു. നീ മനസ്സിലാക്കണം, ഞങ്ങൾ രണ്ടുപേരും രണ്ടാൾക്കാരാണ്. ഇത് തന്നെയാ ഇപ്പൊ കുറെ ആയിട്ട് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും. നിനക്ക് മനസ്സിലാകും ശക്തി. ഞാൻ ഇന്നും കൂടെ ഉള്ളൂ ഈ ഭൂമിയിൽ. അത് കഴിഞ്ഞാൽ നിന്റെ ഒപ്പം നയൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അന്ന് നീ മനസ്സിലാക്കും അവൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എല്ലാം. അപ്പോ നയനെ കുറിച്ചും ഇനി ഞാൻ ഒരുപാട് മനസ്സിലാക്കാനുണ്ടല്ലേ? എനിക്കറിയില്ല, പക്ഷേ നിന്റെ സന്തോഷത്തിലും നിന്റെ സങ്കടത്തിലും എപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കാൻ അവൻ നിന്റെ കൂടെ കാണും. അതെനിക്ക് ഉറപ്പാ. ഇനി അത് നീയാന്നും കൂടെ പറ, ഞാൻ അപ്പോ വിശ്വസിക്കാം. അതിന് ഞാൻ അവനല്ലല്ലോ ശക്തി. ഇത് നമ്മുടെ അവസാനത്തെ കണ്ടുമുട്ടലാണ്. ഇനിയൊരിക്കൽ നമ്മൾ കാണുമോന്ന് പോലും അറിയില്ല. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അതിനു മുമ്പ് നിന്നോട് ഞാൻ പറയുന്നതാണ് എന്റെ അവസാനത്തെ വാക്കുകൾ. നിന്റെ ഈ ചിരിയിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നീ പറയുന്നതെല്ലാം സത്യമാണെന്നോ? അതെ, അത് മാത്രമാണ് നീ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, അത് ഞാൻ നിന്നോട് പറഞ്ഞതുമാണ്. പക്ഷേ നയന്റെ അത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല ശക്തി. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയാം. എങ്ങനെ? നിങ്ങൾ രണ്ടുപേരും വേറെയാണെങ്കിൽ നയൻ ഒരു മനുഷ്യനാണ്, നീ ഒരു ഏഞ്ചലും. അപ്പോ അത് നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും നയൻ എന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന്? നീ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അതെ, ഞാനൊരു ഏഞ്ചലാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ശക്തി. അതുപോലെ നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല എനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും. പക്ഷെ എനിക്കതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ശക്തി, നീ എന്താ വിളിച്ചിട്ട് കോൾ എടുക്കാതെ? എത്ര നേരമായിട്ട് വിളിക്കുന്നു? നിന്റെ ഫോൺ എവിടെ? നയൻ, എന്റെ ഫോൺ സൈലന്റ് ആണെന്ന് തോന്നുന്നു, കണ്ടില്ല. ആണോ? ഹായ് മൈക്ക്, എന്തൊക്കെയുണ്ട്? അല്ല, കുറെ എല്ലാം കണ്ടിട്ട് ഇവിടെ ഇല്ലായിരുന്നോ? ഞാനോ? ആ, ഇവിടെ ഇല്ലായിരുന്നു. കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. ഇനി നാളെ തൊട്ട് ഫുൾ മാറി നിൽപ്പാണ് നയൻ. മാറി നിൽക്കാൻ പോവാണെന്നോ? അതെന്താ, ട്രിപ്പ് വല്ല പോവാണോ? ഒരു കണക്കി പറഞ്ഞ ട്രിപ്പ് തന്നെയാ നയൻ. എന്തേ, പോരുന്നോ? ഏയ് ഇല്ല, ജോബുണ്ട്. ഓ, താൻ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ, തനിക്ക് പിന്നെ എന്തിനാണോ ഈ ജോബൊക്കെ? അല്ലാണ്ട് തന്നെ ജീവിക്കാനുള്ള വകയില്ല തനിക്ക്. ഫേമസ് ആന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം മൈക്ക്. ഏതു നേരം കൺസേർട്ട് ഉണ്ടാവുന്നാണോ? അപ്പോ ഒരു ജോബ് അത്യാവശ്യ. എടാ, ഇവിടെ എന്താ നടക്കുന്നേ? എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്ത്? ശക്തി, എന്തു പറ്റി? എടാ, നിന്റെ കണ്ണൊക്കെ എന്തെങ്കിലും നിറഞ്ഞിരിക്കുന്നേ? നയൻ, എനിക്ക് പറ്റുന്നില്ല. എന്തൊക്കെ ഫീൽ ആവുന്നു. അതിപ്പോ ഇത്രയും ടൈം ആയില്ലേ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ എന്തായാലും ചെല്ല്. ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നയൻ, ശക്തി നിന്റെ അടുത്ത് സേഫ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ സേഫ് ആയിരിക്കോ അല്ലയോ എന്ന് എനിക്ക് തന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ അവന്റെ ബോയ്ഫ്രണ്ട്. അവനെ കെയർ ചെയ്യാൻ എനിക്കറിയാം. അതിപ്പോ എന്നെ ആരും പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണ്ട. ശക്തി, പോവാ. നിന്റെ ഈ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകും നയൻ, നിനക്ക് അവനോടുള്ള പ്രണയത്തിന്റെ മൂർച്ച. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു കളങ്കവുമില്ലാതെ നിനക്ക് അവനോടുള്ള പ്രണയത്തിന്റെ ആഴത്തിലേക്ക് ആർക്കും എത്തിപ്പെടാതിരിക്കാൻ കഴിയട്ടെ. അതെ, എനിക്ക് അവനോടുള്ള പ്രണയത്തിന്റെ ആഴം അളക്കാൻ ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല.
ഒരിക്കലും അതിന് സാധിക്കുകയുമില്ല. അവസാനത്തെ കൂടിക്കാഴ്ച അതിങ്ങനെ ആവട്ടെ. മൈക്ക്. ക്രിഷ്, എന്തു പറ്റി? നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്ത്? ചോദിക്കേ. ഇനി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതിനു മുമ്പ് നിനക്കുള്ളതെല്ലാം എന്നോട് ചോദിക്കാം. എന്നോട് പറ മൈക്ക്, നീയും നയനും നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ? കണക്ഷൻ? എന്ത് കണക്ഷൻ? അതും ഞാനും നിങ്ങളുടെ നയനുമായിട്ട്? എനിക്കറിയില്ല എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പോലും. പക്ഷെ ഞാനിപ്പോ കൺഫ്യൂഷനിലാണ് മൈക്ക്. ഓക്കെ, ഇപ്പൊ നിനക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം അതെന്താ? അത് പിന്നെ നമ്മൾ തമ്മിൽ ഒന്ന് സംസാരിച്ചതെല്ലാം നയൻ അറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി അവനെന്ന് എന്നോട് ചോദിച്ചു. ഓ, എന്നിട്ട് എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയണമായിരുന്നു? എനിക്കിതൊന്നും അല്ല നിന്നോട് ചോദിക്കാനുള്ളത്. ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ ഇതാ. നീയും നയനുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഇനി നീ അവൻ തന്നെയാണോ? ഏയ് ക്രിഷ്, നീ എന്തൊക്കെയായി ചോദിക്കുന്നേ? കുറച്ചു മുമ്പ് ഞാൻ ശക്തിനെ കണ്ടിരുന്നു. അവനും എന്നോട് ഈ സെയിം കാര്യം തന്നെയാ ചോദിച്ചത്. എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? മനസ്സിലാവുന്നില്ലേ ഞാനും അവനും വേറെ വേറെയാണെന്ന്? അപ്പൊ ശക്തിക്ക് മാത്രമല്ലല്ലേ ഈ ഡൗട്ട് ഉള്ളത്? അന്ന് നമ്മൾ സംസാരിച്ചത് എല്ലാം നയൻ അറിഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത്. നയൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ ആരും പറയാതെ അവൻ അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അവൻ വെറും മനുഷ്യൻ മാത്രമാണ്. മൈക്ക്, നയൻ എന്നോട് ചോദിച്ചത് എനിക്ക് നിന്നെ ഇഷ്ടമാണോ എന്നാണ്. അതെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്റെ ഫീലിങ്സ്, അതിന്റെ മീനിങ് ലവ് ആണെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. ക്രിഷ്, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ശക്തിയെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നു. എനിക്കെല്ലാം അറിയാമായിരുന്നു. എങ്കിൽ പോലും പക്ഷെ അവൻ എന്റേതല്ല എന്നെനിക്ക് മനസ്സിലായ ഒരു സമയമുണ്ട്. അന്ന് അവസാനിച്ചു അവനോട് ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം. പക്ഷേ ഒരിക്കലും ആ മുറിവ് നമ്മുടെ മനസ്സിൽ നിന്നും ആയില്ല. അതൊരു മനുഷ്യനാണെങ്കിലും എന്നെ പോലെ ഒരു ഏഞ്ചൽ ആണെങ്കിലും. അതുകൊണ്ട് നിന്റെ ഈ ഒരു അവസ്ഥ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് മൈക്ക്. ഞാനിതൊന്നും കെയർ ചെയ്യുന്ന പോലുമില്ല. ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിന്നോടൊപ്പമുള്ള ഒരു ജീവിതമല്ല, നിന്നെ സ്നേഹിക്കാനുള്ള അനുവാദം. അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. ക്രിഷ്, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക. എന്നെ സ്നേഹിക്കാനുള്ള അനുവാദം അത് ഞാനായ ഒരാൾക്ക് കൊടുത്തിട്ട് വേണ്ട. എങ്കിൽ പോലും നീ നാളെ മുതൽ എന്റെ കൂടെ ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ. നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മൈക്ക്, എനിക്കറിയാം. പക്ഷെ ഇപ്പോ ഇല്ല ക്രിഷ്, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. നമ്മൾ തമ്മിൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിനക്കെന്നെ മറക്കാൻ എളുപ്പം കഴിയുന്നതായിരിക്കും. മൈക്ക്, നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലേ? എന്തൊരു തണുപ്പല്ലേ? അതെ, പക്ഷെ കൊള്ളാം. നല്ല റൊമാൻറ്റിക് മൂഡ്. അതെ അതെ, നിന്റെ റൊമാൻസ് ഈയിടെയായിട്ട് കുറച്ച് കൂടുതലാ. കുറച്ചല്ലേ കൂടുതലായിട്ടുള്ളൂ, കൊറേ കൂടുതലായിട്ടില്ലല്ലോ. അതെ അതെ, മര്യാദക്കുള്ള ജോലിയും കഴിഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കാനുള്ളതിന് അവൻ ഈവനിങ് വാക്കിന് പോണം പോലും. ഓ, അത് പിന്നെ വീട്ടിലിരുന്ന് ബോറടിച്ചുകൊണ്ട് പറഞ്ഞല്ലേ. നീ എപ്പോഴും പോകുന്നുണ്ട്, ഞാൻ അവിടെ തന്നെയല്ലേ. അപ്പൊ പിന്നെ ബോറടിക്കത്തില്ലേ? അതെ, ഇതിനിപ്പോ ഞാൻ എന്തു പറയാനാ? നീ തൽക്കാലത്തിന് ഒന്നും പറയണ്ട. നമുക്കിതിൽ കൂടെ ഒരു റൗണ്ട് കൂടെ നടന്നിട്ട് വീട്ടിൽ പോവാ. ഇനിയും നടക്കണല്ലോ ഒരു റൗണ്ട്. നടക്ക്. നീ ഇതെന്തോ ഇത് ഒരുമാതിരി താല്പര്യമില്ലാത്ത പോലെ. അയ്യോ, ആര് പറഞ്ഞു താല്പര്യമില്ലെന്ന്? ബാ, നമുക്ക് നടക്കാം. ഓ വേണ്ട, ഞാനേ ഒറ്റയ്ക്ക് നടന്നോളാം, നീ തിരിച്ചു നോക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. അപ്പോഴേക്കും ഒന്ന് പിണങ്ങിയോ? ആ, പിണങ്ങി. ചെലപ്പോ ഒരു കിസ് വന്നാ ആ പിണക്ക അങ്ങ് മാറുമായിരിക്കും. ഡാ ക്രിസ്റ്റി, എന്തുവാ ഇത്? ഇവിടെ കൂടെ എത്ര ആൾക്കാരെന്താ നടക്കുന്നേ? ഇത് പൊതുവഴിയാ. അതിന് ചേടാ, അത് കൊള്ളാലോ. ഞാനേ കണ്ട ചെറുക്കന്മാരടുത്തൊന്നും അല്ലല്ലോ കിസ് വെച്ചേ, എന്റെ ബോയ് ഫ്രണ്ടിനോടല്ലേ. പിന്നെ നാട്ടുകാർക്ക് എന്താ? ദേ ചെറുക്ക, വേണ്ടേ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, അടങ്ങി നിന്നോ. ഇതൊക്കെ ഞാൻ നിന്നോട് മാത്രല്ലേടാ കാണിക്കുന്നുള്ളൂ. അതിനിപ്പോ എന്തുവാ, നീ അങ്ങ് സഹിക്ക്. നീ എന്തുവാ നയൻ ഇവിടെ ഇരിക്കുന്നേ? ശക്തി എവിടെ? അവൻ റൂമിലുണ്ട്.
കിടക്കുവാ തോന്നുന്നു. തലവേദന എന്ന് പറഞ്ഞിരുന്നു. തലവേദനയോ? അതിപ്പോ എന്തു പറ്റി പെട്ടെന്ന്? രാവിലെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ അതെങ്ങനാ? ആ പെയിന്റിംഗ് ക്ലാസ്സിൽ പോയിട്ട് അർമാദമായിരിക്കത്തില്ലേ? അവന്റെ കാര്യമല്ലേ. എന്തായി എന്തോ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ആ ചെല്ല്. അവനിന്ന് വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. വിശക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. ആ ജീവ, പറയാം. ശക്തി, ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഓക്കെ ആണോ? ഓക്കെയാ. ഓ സാരില്ല, ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ മാറിക്കോളും. നയൻ, എന്ത് ശക്തി? നയൻ, എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തോന്നുന്നു ഇപ്പോ. ഏ എന്ത്? ശക്തി, നീ നയൻ, നയൻ പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ്. എന്റെ അമ്മോ, ദേ മഴ പെയ്ത്. നമ്മള് കറക്റ്റ് ടൈമിംഗ് ആണല്ലോ അല്ലെ? അതെ അതെ, ഏതായാലും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ രണ്ടുപേരും വീട്ടിൽ കയറി. ആ രണ്ടുപേരും വന്നോ? ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ മഴയത്ത് നനഞ്ഞു ഒലിച്ചിട്ടായിരിക്കും കയറി വരുമെന്ന്. ആ ഇത് തന്നെ ജീവചായ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നേ, മഴയ്ക്ക് മുമ്പ് ആത്ത് കയറിയെന്ന്. ജീവ, ജൂൺ എവിടെ? ജൂണോ? അവനൊക്കെ കോള് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോയിട്ടുണ്ടല്ലോടാ. എന്തേ? ആണോ? ഒന്നുമില്ല. ഞാൻ ജൂണിൽ നിന്ന് കാണട്ടെ. എന്നാ ഇവൻ പോയി ജൂണേട്ടനെ കാണട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ജീവചായ വന്ന് എനിക്ക് കഴിക്കാൻ വല്ലതൊക്കെ എടുത്തു തന്നെ. ആ ദേ വരുന്നു. അല്ല നിതിനെ, നിനക്കൊന്നും വേണ്ടേ? എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ഞാനൊന്ന് ജൂണിനെ കാണട്ടെ. മൈക്ക്, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതെവിടാ? കൃഷ്, ഞാൻ എന്ത് പറഞ്ഞാ നിന്നെ ഒന്ന് മനസ്സിലാക്കുക? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് നിന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ അത് നിനക്കറിയണം. എനിക്കറിയണം. എനിക്ക് എസ്സോറിനോ കേട്ടാ മതി, വേറൊന്നും വേണ്ട. എന്നിട്ട് എന്തിനാ അതോടെ അറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി നീ ഇവിടെ നീറി നീറി ജീവിക്കാനോ? ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എനിക്ക്. പിന്നെയും എനിക്ക് പറ്റില്ല നിനക്ക് ഹോപ്പ് തന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവാൻ. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണ്. എന്നാ നീ അത് എന്നോട് പറ മൈക്ക്. ഒരു പ്രാവശ്യമെങ്കിലും നീ പറഞ്ഞു ഞാനതൊന്ന് കേക്കട്ടെ. എന്നിട്ട് എന്തിനാ? നിന്റെ കൂടെ ജീവിക്കാനോ നിനക്ക് നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ലൈഫ് തരാനോ എന്നെ കൊണ്ട് കഴിയില്ല. ഇത് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്, പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ എന്റെ സ്ഥാനത്ത് ശക്തിയായിരുന്നെങ്കിലോ? അവനായിരുന്നില്ലല്ലോ, നിനക്കായിരുന്നില്ലേ അവനോട് ഫീലിങ്സും കാര്യങ്ങളൊക്കെ? എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ അവനാണ് നിന്നോട് പറഞ്ഞിരുന്നത് എങ്കിൽ ചിലപ്പോ നിന്റെ ഫീലിങ്സ് അവൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയായിരുന്നെങ്കിലോ നീ എന്താക്കുമായിരുന്നു? ഇത് തന്നെയായിരിക്കോ നിനക്ക് അവനോടുള്ള റിപ്ലൈ? മൈക്ക്, ശരിയാണ്. ഒരുപക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് നീ ആയിരുന്നില്ല ശക്തിയായിരുന്നു എങ്കിൽ എനിക്ക് അവനോടുള്ള മറുപടി ഇതായിരിക്കില്ല. എന്നാൽ ഇപ്പൊ എന്റെ മൈൻഡിൽ ശക്തി എന്ന് പറയുന്ന ഒരു പേരേ ഇല്ല എന്ന് കരുതി എനിക്കവൻ ആരുമല്ല, എനിക്കവൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ അവനെ മറന്നു എന്നതിനർത്ഥമില്ല കൃഷ്. കൃഷ്, നമ്മൾ രണ്ടുപേരും തമ്മില് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തമ്മിൽ കണ്ടതും സംസാരിച്ചതും എല്ലാം എല്ലാം യാദൃശികമായി മാത്രമാണ്. ഒരിക്കൽ പോലും ഞാൻ നിനക്കായോ നീ എനിക്കായോ സമയം കണ്ടെത്തിയിട്ടില്ല. പക്ഷെ നീ ഇപ്പോ ഈ പറയുന്ന ഫീലിങ്സ്, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര സമയം എനിക്ക് എന്നോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നോർത്ത് ഞാനൊന്ന് പേടിച്ചിരുന്നു. സത്യം ഇതാണ്, എനിക്ക് നിന്നെ എന്നല്ല ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. എവിടെയൊക്കെയോ ഞാൻ ആ സ്ഥാനം ശക്തിക്ക് കൊടുത്തുപോയി. അവൻ എന്റെ കൂടെ ഇല്ലെങ്കിൽ പോലും എനിക്ക് അവനെ സ്നേഹിക്കാൻ പാടില്ല എന്നില്ലല്ലോ കൃഷ്. നിനക്ക് എത്രത്തോളം മനസ്സിലാകും എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കാൻ അതിന് ഞാൻ സമ്മതിക്കില്ല. കൃഷ്, എനിക്ക് വേണ്ടി നിന്റെ ഈ കണ്ണുകൾ നിറയരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഒരിക്കലും ഈ കണ്ണുനീർ കാണേണ്ടി വരരുത് എന്ന് വിചാരിച്ച ഞാൻ എന്നോട് ഒന്നും പറയാതിരുന്നത്. കുറച്ചു സമയമെങ്കിൽ കുറച്ചു സമയം നീ എന്നെ സ്നേഹിച്ചു പോയി. അതൊരിക്കലും നിന്റെ തെറ്റല്ല കൃഷ്. എനിക്കൊരിക്കലും വേറെ ആരെയും ശക്തിയെ പോലെ സ്നേഹിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് നിന്റെ അവസ്ഥ. മറന്നേ പറ്റൂ. ഞാനിനി ഇല്ലെന്ന സത്യം നീ മനസ്സിലാക്കുമ്പോൾ അതിന് നിന്നെ കൊണ്ട് കഴിയും. മൈക്ക്, ഇന്നൊരു രാത്രിയെങ്കിലും. വേണ്ട കൃഷ്, നിനക്കിനിയും മുന്നോട്ടൊരു ജീവിതമുണ്ട്. അതൊരിക്കലും എനിക്ക് വേണ്ടി
എന്നെ നശിപ്പിക്കരുത്. മൈക്ക്, നയൻ, ഉറങ്ങാതെ എണീക്ക്. ഇപ്പൊ ഇങ്ങനെ കിടന്നുറങ്ങിയ നൈറ്റ് നീ എന്താക്കും? ടയേർഡാടാ. ഇതെന്താ, നിനക്ക് ക്ഷീണമൊന്നും ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. ശക്തി, നോക്ക്, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എനിക്കെന്തോ നീ ഭയങ്കര സ്ട്രെസ്സിൽ നിൽക്കുന്ന പോലെയുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല നയൻ. എനിക്ക് എന്തൊക്കെയോ കുറെ ചോദിക്കാനും കുറെ പറയാനും എന്തൊക്കെയോ അറിയണം എന്നൊക്കെയുണ്ട്. പക്ഷെ ആരോടാ ഞാൻ എല്ലാം ഒന്ന് ചോദിക്കുന്നത്? എനിക്ക് എന്തോ ഭയങ്കര കൺഫ്യൂഷൻ പോലെ. എന്താ, നീ എന്നോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എടാ, പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തായിട്ട് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ നമ്മുടെ ചുറ്റും. നയൻ നോക്ക്, നിനക്ക് മൈക്കിനെ അറിയില്ലേ? നിങ്ങൾ രണ്ടുപേരും തമ്മില് എന്തെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് ഇടയ്ക്ക് തോന്നും നിങ്ങൾ രണ്ടുപേരും ഒരാളാണ്. പക്ഷെ ചില സമയത്ത്, ഇന്ന് തന്നെ കണ്ടില്ലേ, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ വന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പും നമ്മൾ ഇതുപോലെ കണ്ടിട്ടില്ലേ? എനിക്കെന്തോ ഇടയ്ക്ക്, നിനക്കറിയോ, അവൻ മനുഷ്യനല്ല, അവനൊരു ഏഞ്ചലാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് നീയും അതുപോലെയൊക്കെയാണോ എന്ന് തോന്നിപ്പോവാ. എനിക്കറിയില്ല എന്താന്ന്. നയൻ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് എന്തേലൊക്കെ ഒന്ന് പറ. എനിക്ക് വയ്യ. എനിക്ക് എല്ലാം കൂടെ ഓർത്തിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. എടാ, നീ എന്തെങ്കിലും എന്നോടൊന്ന് പറയേ. ശക്തി, നമുക്കൊന്ന് പുറത്തു പോകണം. നീ റെഡി ആവും? എന്ത്? നയൻ, ഇതാണോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി? ഇപ്പൊ ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? പുറത്തു പോകണമെന്നല്ലേ? നീ റെഡി ആയിട്ട് വാ, ഞാൻ ഹാളിലുണ്ടാവും. ഷേ, ഇവൻ എന്താ ഈ പറയുന്നേ? നയൻ, നീ എപ്പ കയറി പോയതാടാ റൂമിലേക്ക്? നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ വിട്ടത്? ഓ, അത് ഞാൻ മറന്നുപോയി. നീ മറന്ന? അതിന് മാത്രം എന്തായിരുന്നു അവിടെ പരിപാടി? നീ എന്താ ഇതിനെ അവനോട് ചോദിക്കുന്നേ? പോട്ടെ, എന്നിട്ട് ശക്തി എവിടെ? അവന്റെ തലവേദനയൊക്കെ കുറഞ്ഞോ? അവനിപ്പോ കുഴപ്പമൊന്നുമില്ല, അവന്റെ തലവേദനയൊക്കെ കുറഞ്ഞു. ഒന്ന് ഉറങ്ങിയപ്പോ സെറ്റായി. നയൻ, എന്നാ പോവാ, ഞാൻ റെഡിയായി. നിങ്ങളിത് എവിടേക്കാ ഇപ്പോ? എനിക്കറിയില്ല, ഇവനാ പറഞ്ഞേ ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന്. അങ്ങനെയൊന്നുമില്ല, ഒരു നൈറ്റ് ഡ്രൈവ്, അത്രേ ഉള്ളൂ. ആണോ? എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. പോകുന്നതൊക്കെ കൊള്ളാം. ഇപ്പൊ തന്നെ ഇരുട്ടാവാൻ തുടങ്ങി. രാത്രി വന്നതിന് മുമ്പ് നിങ്ങൾ വന്നേക്കണം, കേട്ടല്ലോ? ശക്തി, നീ നടക്ക്, ഞാൻ കാറിന്റെ ചാവി എടുത്തിട്ട് വരാം. ഓ, കാറിന്റെ കീ എടുക്കാൻ മറന്നല്ലേ? എടാ, അത് നിന്റെ കാറിൽ തന്നെ ഉണ്ട്. ഞാൻ ഇന്ന് നിന്റെ കാറിന്ന് എടുത്തിരുന്നു. പിന്നെ ചാവി അകത്തേക്ക് എടുത്തിട്ടില്ല, അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആണോ? എന്നാ ഓക്കെടാ, പോയിട്ട് വരാം. ആടാ, അല്ല, ഇപ്പൊ എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ ഒരു യാത്ര? അതൊന്നുമില്ലടാ, ചുമ്മാ. ക്രിസ്റ്റി, നിനക്കറിയോ ഞാൻ ആരാണെന്ന്? നീ ആരാണെന്നോ? പിന്നെ നീ ഈ ലോകം മുഴുവൻ ഫാൻസ് ഉള്ള ഒരു സിംഗറാണ്. ആ ശക്തിന്റെ ബോയ് ഫ്രണ്ട് ആണ്. ദ മോസ്റ്റ് ഹാൻസം മാൻ ഇൻ ദ വേൾഡ് ആണ്. അതിലെല്ലാം ഉപരി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ. ലേറ്റ് ആവണ്ട, നീ ചെല്ല്. നിന്റെ ശക്തി വെയിറ്റ് ചെയ്ത് മടുത്ത് കാണും. മൈക്ക്, എന്താടാ, എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്തോ ഉണ്ടായേ? നീ കാര്യം പറ. എഡ്വിൻ, ഞാനിവിടെ മിസ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോ ശക്തിയെ ആയിരിക്കില്ലടാ. അത് ചിലപ്പോ കൃഷിനെ ആയിരിക്കും. എനിക്കറിയില്ല. അവൻ ഇന്ന് എന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ശക്തിയല്ലാതെ വേറെ ഒന്നിനെയും എനിക്ക്... മൈക്ക്, നീ എന്താ ഈ പറയുന്നേന്ന് വല്ല ബോധമുണ്ടോ? ക്രിഷ്, എങ്ങനെ? നിങ്ങൾ തമ്മിൽ എന്താടാ? ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല എഡ്വിൻ. പക്ഷെ ഇന്ന് അവൻ എന്നോട് പറഞ്ഞു, അവൻ എന്നെ സ്നേഹിക്കുന്നടാ, ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ. ഞാൻ ശക്തി എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ കൃഷും. ഞാനവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. പക്ഷേ എടാ, അവന്റെ ജീവിതം ഞാൻ കാരണം. നോക്കു മൈക്ക്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 1 മിനിറ്റ് 60 സെക്കൻഡ്. അത് കഴിഞ്ഞാൽ
നാം ഈ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും അപ്രതീക്ഷമാകും. നിനക്കറിയാലോ, ചങ്ക് പൊട്ടുന്ന വേദനയില്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇനിയൊരു തിരിച്ചുവരവ് അത് അസാധ്യമാണ്. എനിക്കറിയാം. പക്ഷേ ഈ ഭൂമിയിൽ നിന്നുള്ള എന്റെ അവസാന വിഷ് അതിങ്ങനെയാണ്. ഇനി ഒരിക്കൽ കൂടെ ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അവൻ ഏത് കോണിലാണോ ആ കോണിൽ തന്നെ ആയിരിക്കണം എന്നതാണ്. അവന്റെ ഒപ്പം എന്റെ പ്രണയത്തിനായി അവനുള്ള സ്ഥലത്ത്, അത് മനുഷ്യജന്മത്തിലാണെങ്കിൽ അങ്ങനെ. നയൻ, ഇതെവിടാ? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ശക്തി, നിനക്ക് പേടിയുണ്ടോ? പേടി? നീ ഉണ്ടല്ലോ, കുഴപ്പമില്ല. പറ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ എന്നോട് കുറച്ചു മുമ്പ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി വേണ്ടേ? പക്ഷേ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതിനുള്ള മറുപടി നിനക്ക് അവിടെ വെച്ച് തരായിരുന്നില്ലേ? അതിനുള്ള ഏറ്റവും ഉചിതമായ സ്ഥലം ഇവിടെയാണെന്ന് എനിക്ക് തോന്നി. അതാ നിന്നെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ? ഇത് കണ്ടിട്ട് എന്തോ പ്രേതാലയം പോലെയുണ്ട്. എന്നാലും നീ എങ്ങനെയാ നയൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നേ? നിനക്ക് ഇതാണോ പരിപാടി? അതിന് ഈ സ്ഥലമൊക്കെ ഇപ്പോഴല്ലേ ശക്തി വിചിത്രമായി തുടങ്ങിയതും ഇങ്ങോട്ട് ആളുകൾ വരാതിരിക്കുന്നതും. ഇതൊക്കെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതുകൊണ്ട് എനിക്കിവിടെ ഒന്നും വിചിത്രമല്ല. നീ എന്താ നയൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ എന്നെ പറ്റി അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്? അതും നീ എന്നോട് കുറച്ചു മുമ്പേ ചോദിച്ചതിനുള്ള മറുപടി എല്ലാം ഇപ്പൊ ഞാൻ നിനക്ക് തരാം ശക്തി. എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. എന്ത് നയൻ? എനിക്കിവിടെയൊക്കെ കണ്ടിട്ട് ശക്തി, ഒരു തവണ കൂടെ ഞാൻ നിന്നോട് ചോദിക്കാം, നിനക്ക് പേടിയുണ്ടോ? ഇപ്പോ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് എന്തോ പേടിയാവുന്നത് പോലെ. ഏയ് ശക്തി, നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ നയൻ തന്നെയാ. പിന്നെ നിനക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ, അതിനുള്ള സമയം ഇപ്പോഴാണ് വന്നത് എന്ന് പറയുന്നത് അസത്യം. നയൻ, നീ എന്തിനെ പറ്റി പറയുന്നേ? നിന്റെ രൂപത്തിലൊക്കെ എന്താ ഒരു മാറ്റം? നയൻ, ഇത് നീ തന്നെയല്ലേ? നയൻ, എന്താ ഇത്? അപ്പൊ നീ? പേടിക്കേണ്ട ശക്തി, ഞാൻ നയൻ തന്നെ. പക്ഷെ ഇതൊക്കെ എന്താ? നീ മനുഷ്യനല്ലേ? അല്ല, സ്വന്തം പ്രണയത്തെ തിരിച്ചു കിട്ടുന്നതിനായി 100 വർഷം കാത്തിരിക്കേണ്ടി വന്ന, അവസാനം മനുഷ്യായുസ് വരെ ഏറ്റെടുക്കുകയും മനുഷ്യന്റെ രീതികളാൽ പൊരുത്തപ്പെട്ട് ജീവിക്കാനും വിധിക്കപ്പെട്ട ഒരു പാവം വാമ്പയർ എന്ന് പറഞ്ഞ നീ വിശ്വസിക്കോ? വാമ്പയറോ? നയൻ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? സത്യമാണ് ശക്തി, ഞാൻ 100 വർഷമായി നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു. ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വാമ്പയർ എന്ന് പറയുന്നതായിരിക്കും അതിന് കൂടുതൽ ഭംഗി. നിനക്ക് വേണ്ടി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിലൊരിക്കലും മടുപ്പ് തോന്നുന്നില്ല. കാര്യം ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു എന്റെ കാത്തിരിപ്പ്. എനിക്ക് വേണ്ടി 100 വർഷം? നീ ഇവിടെ ഇങ്ങനെ? അപ്പൊ ഞാൻ? ഇതെല്ലാം അവിശ്വസനീയമാണല്ലേ ശക്തി? പക്ഷെ നീ വിശ്വസിച്ചേ പറ്റൂ. ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയാത്തൊരോർമ്മ നിന്റെ മനസ്സിന്റെ ഏതോ ഒരു കോണിലുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയില്ല നിനക്കത്. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. അതെന്താ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയാത്തത്? അപ്പൊ നീ ഇത്രയും കാലം എന്നോട് കാണിച്ചതെല്ലാം? ഇത്രയും കാലം ഞാൻ എന്തായിരുന്നു നിന്നോട് കാണിച്ചത് അതെല്ലാം സത്യമായിരുന്നു ശക്തി. നിന്നെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പാണ് നീ എന്നെ വിട്ടുപോയത്. അതിന് തടസ്സം നിന്നത് നിന്റെ വീട്ടുകാർ തന്നെയായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നിനക്ക് ആരുമില്ലായിരുന്നു എങ്കിൽ ഇപ്പോ
അങ്ങനെയാണ്. പക്ഷേ ഞാൻ എന്റെ വീട്ടുകാരുടെ കരവലയത്തിനുള്ളിലാണ്. അവർക്കൊരിക്കലും ഞാൻ ഒരു വാമ്പാറാണെന്ന് സത്യം അറിയില്ല. എങ്ങനെയോ സംഭവിച്ചു പോയ ഒന്നാണ് എന്റെ വീട്ടുകാർ, അനിയൻ, എന്തിനേറെ നമ്മുടെ ഗ്രൂപ്പ്, ഈ സിംഗർ എന്നുള്ള പദവി പോലും. എന്റെ വീട്ടുകാരോ? എന്തിന്? ആരായിരുന്നു അവര്? ശക്തി, 100 വർഷം എന്ന് പറയുമ്പോ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ ഈ റിലേഷന് ആരൊക്കെ അംഗീകരിക്കും, ആരൊക്കെ എത്ര വാല്യൂ ചെയ്യുമെന്ന്. അത് തന്നെയായിരുന്നു നിന്റെ വീട്ടുകാരുടെയും പ്രശ്നം. അതുകൊണ്ടാ അവരെല്ലാത്തിനെയും എതിർത്തത്. പക്ഷേ നീ എന്നെ നിന്റെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാ നീ എന്നെ വിട്ടു പോയത്. നീ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന അന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രം, എനിക്കായി ഒരിക്കൽ കൂടി നീ പുനർജനിക്കുമെന്ന്. അതിന് ഒരു 100 വർഷകാല സാവകാശവും. അത് ഇപ്പോഴാണ് വന്നത്. നയൻ, നീ പറയുന്നതൊക്കെ സത്യമാണോ? അതേ ശക്തി. പക്ഷെ എനിക്ക് മൈക്കിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മുഖം വന്നു പോയി എന്നുപോലും. അവനൊരു മനുഷ്യനല്ല എന്ന് എനിക്കറിയാം. വേറെ ഒന്നും എനിക്ക് അവനെ പറ്റി അറിയില്ല. ഇതും സത്യമാണ്. നിനക്കെന്നെ ഇഷ്ടമാണോ നയൻ? ശക്തി, നീ എനിക്കെന്റെ ജീവനാണ്. മറ്റൊന്നിനു വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. നിനക്കൊരു കാര്യം അറിയോ? മൈക്കിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അവനോട് സത്യങ്ങളെല്ലാം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഇനി നിനക്ക് വേണ്ടിയാണെങ്കിൽ ഒരു 100 വർഷം കൂടെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. നയൻ, നീ ഒന്ന് നല്ല കോലത്തിൽ വാ, ഞാൻ ഒന്ന് ഹഗ് ചെയ്യട്ടെ. നീ പേടിക്കണ്ട ശക്തി. എനിക്ക് നിന്നെ പേടിപ്പിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ ഇങ്ങനെ സത്യം അറിയണമെന്ന് പറഞ്ഞ ഒറ്റക്കാലി നിൽക്കുമല്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി നീ എനിക്ക് പ്രോമിസ് താ, ഒന്നിന്റെ പേരിലും നീ എന്നെ വിട്ടുപോയില്ല എന്ന്. അങ്ങനെ ഞാൻ നിന്നെ വിട്ടുപോവായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ കാണില്ലായിരുന്നു ശക്തി. വേറെ കാര്യം, ഇന്ന് നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം നാളെ ഒരു ദിവസം ഓക്കെ ആവും. അതും നമ്മുടെ ഈ ലൈഫ് പോലെ. പിന്നെ ഈ ഒരു ജന്മത്തിലല്ല, അടുത്ത എത്ര ജന്മം ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ എന്റെ മാത്രമാണ്. വേറെ ഒരാൾക്കും നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യു ആർ ഓൺലി മൈൻ. എനിക്കിതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു നയൻ. അതേ ശക്തി. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നിനക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഓർമ്മയായിരിക്കും ഇത്. പിന്നെ ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് നിനക്ക് വേണ്ടി മാത്രല്ല, പിന്നെ നിന്റെ ഈ ചുണ്ടുകൾക്ക് കൂടി വേണ്ടിയാ. നിന്റെ ചുണ്ടുകൾക്ക് താഴെയുള്ള കറുത്ത മറുക്, അതാ ശക്തി നിന്നെ ഏറ്റവും ഭംഗിയുള്ളതാക്കുന്നത്. നീ ഇതെന്തുവാ നയൻ? എന്നെ കളിയാക്കുവാണോ? അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നിനക്കറിയോ ആ മോള് കാണാൻ എന്ത് ഭംഗിയാന്ന്? അതെന്നെ ഓരോ ദിവസവും മത്ത് പിടിപ്പിക്കുന്നു ശക്തി. പിന്നെ ഇതൊന്നിന്റെ അവസാനമല്ല. അഥവാ നമ്മുടെ ഈ ലൈഫ് ആർക്കെങ്കിലും ഒരു ബുക്കാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ പേര്, ആ ബുക്കിന്റെ പേര്? ശക്തി, കാലം എത്ര പിരിക്കാൻ നോക്കിയാലും ഒരിക്കലും പിരിയില്ലെന്ന് ശബ്ദമെടുത്ത 2 പ്രണയ ജോഡികളുടെ ഒരിക്കലും അവസാനിക്കാത്ത പ്രണയത്തിന്റെ കഥയല്ലേ അത്? The moon under your lips, inspiring me.